शङ्खशेखर चन्द्रमौलि चिदम्बरा कोटि कोटि प्रणाम शम्भु कोटि नमन दिगम्बरा निर्विकार ओमकार अविनाशी तुम्ही देवादिदेव जगत सर्जक प्रलय करता शिवम सत्यम सुंदरा निरंकार स्वरूप कालेश्वर महायोगीश्वरा दयानिधि दानेश्वर जय जटाधार भयंकरा शूलपाणि त्रिशूलधारी औगडी बाघंबरी जय महेश त्रिलोचनाय विश्वनाथ विशंभरा മാമ എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ടോ? അത് പണ്ട് മുതൽക്കുള്ള എൻ്റെ ഒരു ശീല. അപ്പൊ പണ്ട് ഇവിടെ ഈ അമ്പലം ഉണ്ടോ? പണ്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കാണുന്ന അമ്പലമില്ലേ, ഇപ്പം ഈ കാണുന്ന അമ്പലം അത് ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു 10-50 കൊല്ലമായിട്ടുള്ളൂ. പിന്നെ അതെന്താ വെച്ചാൽ ഈ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലമൊക്കെ ഇല്ലേ, അതുപോലെ കുറേ കലാപങ്ങൾ വന്നു, പ്രകൃതിക്ഷോഭങ്ങൾ വന്നു. ഇതിൽ അമ്പലം ഇല്ലാതെ ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തേ ഇവിടെ ഒരു കുറ്റിക്കട, അതിൽ കുറേ കാഞ്ഞിര മരങ്ങൾ, അതിൻ്റെ നടുക്ക് പക്ഷേ ഈ ശിവലിംഗം ഉണ്ടായിരുന്നു. കണ്ടാൽ നമുക്ക് വില ഇറങ്ങും കേട്ടോ. അതിൻ്റെ മുകളിൽ പക്ഷികളും മൃഗങ്ങളൊക്കെ വിസർജിക്കും, സങ്കടം തോന്നും. അപ്പോൾ പണ്ട് ഈ അമ്പലത്തിൻ്റെ പേരെന്തായിരുന്നു? പണ്ട് തളി ക്ഷേത്രം എന്നാണ്. തളി എല്ലാ ശിവക്ഷേത്രങ്ങൾക്കും പൊതുവെ പറഞ്ഞു വരുന്ന പേരാണ് തളി എന്ന് പറയുന്നത്. സ്ഥലി എന്നുള്ള സംസ്കൃതമാണ്. അതിൻ്റെ തമിഴ് വേർഷനാണ് ഈ തളി ക്ഷേത്രം. തളി ക്ഷേത്രം ശിവക്ഷേത്രം എന്നാണ് പൊതുവെ അർത്ഥം. പക്ഷേ അതിനു മുമ്പ് ഇത് അറിഞ്ഞിരുന്നത് പത്തിരിയാലിക്കൽ എന്നാണ്. പത്തിരിയാലിക്കൽ എന്ന പേര് വരാൻ എന്താ കാരണം? അതാണ്, ഇവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഒരു സ്ത്രീ എന്നും പത്തിരി വിൽക്കും. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പത്തിരിയാൽ എന്ന് പറയുന്നത്. ഈ ആലുണ്ടല്ലോ, ഈ അമ്പലമുറ്റത്തുണ്ടായിരുന്ന ആലാണേ. അമ്പലം നശിച്ചു, അമ്പലം ശിവലിംഗം കഴിവും ഒന്നുമില്ല, പക്ഷെ ആല് നശിച്ചില്ല. ആല് ജനങ്ങൾക്ക് തണലായിട്ട് അവിടെ നിന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇതായി ഈ ഒരു സ്ത്രീ ദിവസം വരും. അതാണ് പത്തിരിയാലിക്കൽ എന്നുള്ള പേരുണ്ടായത്. മുത്തശ്ശി പറയും, തളി ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിൽ കയറുന്നാലേ കോഴിക്കോട് തളിയിലെ കൊടിമരം കാണുന്നത്. അത്ര വലിയ അമ്പലമാണ്. അപ്പോൾ പൂരം ഉണ്ടാവുമല്ലോ, കൊടിമരൻ്റെ ഈ പൂരം ഉണ്ടാവണ്ടേ. ഉത്സവത്തിൻ്റെ ആറാട്ടമൊക്കെ ഇപ്പോൾ അൽപ്പാക്കുളം കുറച്ചുകൂടി പോയാൽ കാണുന്ന ഒരു കുളം ഉണ്ടല്ലോ, അൽപ്പാക്കുളം. അമ്പലത്തിൻ്റെ ആറാട്ടമൊക്കെ അവിടെ ഇരുന്നു. അത്രേ അമ്പലക്കുളവും അൽപ്പാക്കുളമായിട്ട് മാറിയതാണ്. അത് തളി ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളമായിരുന്നു അത്രേ. അങ്ങനെ കുറേ ആൾക്കാർ കയറ്റി ഇവിടെ ആരാധനയ്ക്ക് വന്നപ്പോൾ അത് തടഞ്ഞു. കാരണം കുറേ കാലത്തോടെ ആരുമില്ലല്ലോ, ഇതൊരു പുറമ്പോക്ക് പോലെ ആരാധിക്കാൻ പറ്റാതെ അത് വലിയൊരു പ്രക്ഷോഭം പോലെയും മാറി. അങ്ങനെ ഇരിക്കുമ്പോഴേ കേളപ്പജി, സർവോദയ നേതാവ് കേളപ്പജി വീട്ടിലെ കേരള ഗാന്ധി, അദ്ദേഹം ഇവിടെ വന്നു. അത് ഒരു കല്യാണത്തിന് വന്നാ അദ്ദേഹം ഈ അമ്പലം കാണും ഇടയിൽ. അദ്ദേഹത്തിന് ഇത് കണ്ട് മനസ്സിലായി, അദ്ദേഹം മഹാനല്ലേ. അദ്ദേഹം ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു ജനങ്ങൾ. പിന്നെ ക്ഷേത്രം ഉണ്ടാക്കേണ്ട അവിടെ കിടക്കും. എങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കാന്നായി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ കോടീശ്വരൻ അദ്ദേഹം പറഞ്ഞു, ഞാനത് വേണ്ട, മുഴുവൻ ചെയ്യാം. അപ്പോൾ ആൾക്കാർക്ക് തോന്നി അത് വേണ്ട, ഇപ്പം നമ്മളൊക്കെ എത്ര ചെയ്തിട്ടല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുണ്ടാക്കാമെന്ന്. ഓരോ ഉറുപ്പിയുടെ കൂപ്പൺ എല്ലാവരും പങ്കെടുക്കണം, അതതിന് ലക്ഷ്യം. ഓരോ ഉറുപ്പിയുടെ കൂപ്പണാണ് കൊടുത്തിരുന്നത്. അത് സ്കൂൾ കുട്ടികൾ, കച്ചവടക്കാർ, എല്ലാവരും ആരും നോക്കി എല്ലാവരും അതിൽ പങ്കെടുക്കും. അങ്ങനെ ഒരു മഹാ കൂട്ടായ്മയാണിത്. ഒരുപാട് വലിയ ചിന്മയാമേഷന്, മറ്റേ മാധവും, നിറയെ ആൾക്കാർ വേണ്ട. ചെമ്പൈ വൈദ്യനാഥ ഭാഗവരെ കേട്ടിട്ടുണ്ട്, ചെമ്പൈ സ്വാമികൾ. അദ്ദേഹം ദാസേട്ടൻ വിശ്വാസിൻ്റെ കൂടെ ഒരു കച്ചേരി സൗജന്യമായിട്ട് നടത്തിയിട്ട് ആ കിട്ടിയ വരുമാനം ഈ അമ്പലത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ അതൊക്കെ ഭഗവാന്റെ എന്നൊരു കാലം തെളിയാന്ന് പറയില്ലേ, ഈ മനുഷ്യനെ പോലെ ഭഗവാനും കാലം ഉണ്ടാവും. എന്തായാലും ഈ കാണുന്ന എന്തൊരു ഭംഗിയാണ് ആ ഗോപുരമൊക്കെ, നമുക്ക് അഭിമാനിക്കാം. അല്ല മുത്തശ്ശി, ഈ സ്വാതന്ത്ര്യ സമര സേനാനിയും
സോഷ്യലിസ്റ്റ് ചിന്തകനും ഗാന്ധിയനൊക്കെ ആയ കേളബജി മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് തിരിച്ചു കിട്ടിയ ക്ഷേത്രം എന്നാണല്ലോ എല്ലാവരും പറയണത്. അതെ, അങ്ങനെ തന്നെയാണ്. 1924 നമ്മുടെ ഈ തളി ക്ഷേത്രം അല്ലെങ്കിൽ ആ ഒരു ശിവലിംഗം അവിടെ കാണപ്പെടുകയുണ്ടായി. അപ്പോൾ അത് യാതൊരു ശ്രദ്ധയും ഇല്ലാതെ, ആരും കാണാതെ, അവിടെ ഒരു ആചാരം ഒന്നുമില്ലാതെ അവിടെ അങ്ങനെ കടന്നിരുന്ന ഒരു ശിവലിംഗം പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടു. ആരാന്നറിയോ? മുളയത്ത് ലക്ഷ്മി അമ്മ മകൻ വേലായുധൻ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം ആ പ്രദേശത്തെ കാഞ്ഞിരക്കാടൊക്കെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ വൃത്തികേടുകളൊക്കെ മാറ്റി കടുവടലങ്ങളൊക്കെ മാറ്റി അവിടെ വിളക്ക് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 ദിവസം തൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ യാതൊരു പ്രതിഫലനം ഉണ്ടായില്ല. ആരും അതിന് കൂട്ടായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനത് നിർത്തേണ്ടി വന്നു. പിന്നീട് അതിനുശേഷം കുറച്ച് കാലം വീണ്ടും അതേപടി തന്നെ കടന്നു, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ. 1967 ആയപ്പോഴേക്കും നമ്മുടെ കോച്ചാട്ടിൽ ബാലകൃഷ്ണ മേനോൻ എന്ന് പറയും, നടനാണ്, ഭയങ്കര ശിവഭക്തനാണ്. അപ്പോൾ നമ്മുടെ പ്രാദേശികമായിട്ടുള്ളൊരു പ്രമുഖ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹവും അതേപോലെ തന്നെ ടി ഗോപാലകൃഷ്ണൻ, CK വേണുഗോപാലധരൻ ഇവർ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതായത് ഇതിൻ്റെ ഒരു പുനരുദ്ധാരണം എന്ന നിലയ്ക്ക് തന്നെ. അപ്പോൾ അതിനുശേഷം വീണ്ടും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇങ്ങനെ കമ്മിറ്റി കുറച്ചുകൂടി വിപുലീകരിച്ചു. മാത്രമല്ല ജനങ്ങൾ കുറേശ്ശെ അതിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞിട്ടുണ്ട് കേളപ്പജി. അദ്ദേഹം കോഴിക്കോട് താമസിക്കുകയാണ്. അപ്പം അങ്ങാടിപ്പുറത്തൊരു വിവാഹം നടക്കുകയാണ്. തനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട കൂട്ടിൽ ബാലകൃഷ്ണൻ നായർ എന്ന് പറയും, അവരുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് അങ്ങാടിപ്പുറത്ത് വന്നു. അങ്ങനെ അങ്ങാടിപ്പുറത്ത് വന്ന സമയത്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ സ്ഥലം, ആ ശിവലിംഗമൊക്കെ ഒന്ന് കാണണം. അങ്ങനെ ഏതാനും പേരുടെ സഹായത്തോടു കൂടി അദ്ദേഹം ഈ തളി ക്ഷേത്രത്തിലെ ശിവലിംഗം കാണാൻ വരികയാണ്. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിന്നൽ പിണർ പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു പ്രത്യേക ചൈതന്യം പോലെ ഉരുത്തിരിഞ്ഞു വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇതിനെ മോചിപ്പിച്ച് ഭക്തജനങ്ങളുടെ ആവശ്യാർത്ഥം അവർക്ക് പ്രവേശനത്തിന് അതുപോലെ തന്നെ തിരി തെളിയിക്കുന്നതിനുള്ളൊരു അവകാശം അവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. എന്ന് മാത്രമല്ല, തിരിച്ച് കോഴിക്കോടെത്തി ഇത് തൻ്റെ മറ്റു ആൾക്കാരുമായിട്ട്, അതായത് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊരു സമിതി എന്ന നിലവിലുണ്ട്. അവരായാലും VM കൊറാത്ത്, അതേപോലെ തന്നെ ഒരു കുഞ്ഞാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമുഖ വ്യക്തികളുണ്ട്. അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. മാത്രമല്ല, അവർ ഒരു പ്രത്യേക കമ്മിറ്റി ഇതിനായിട്ട് കൂടി. ആ കമ്മിറ്റി അങ്ങാടിപ്പുറത്ത് വന്നു. ഇവിടെയും തന്നെ അതിൻ്റെ പേരിൽ വേറൊരു പ്രത്യേക വിഭാഗം തന്നെ, ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി അന്ന് മുതൽ പ്രവർത്തനം തുടങ്ങി. മാത്രമല്ല, അത് ഐതിഹാസിക സമരമായിട്ട് അത് മാറി. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതായത് ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രമാക്കിയിട്ട് മാറ്റണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചുറ്റുമതിൽ കെട്ടി അതിനുള്ള സംവിധാനങ്ങൾ അവിടെ തുടങ്ങിയതുകൂടി ഇത് കണ്ടിട്ടുള്ള ജനങ്ങൾ അവിടെ ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് വലിയ വലിയ ലോറികളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവരികയാണ്. ഇത് പറഞ്ഞിട്ടുള്ള നമ്മുടെ കുട്ടികളടക്കം, തര സ്കൂളിലെ കുട്ടികളൊക്കെ അതിൽ വളരെയധികം വലിയൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. അങ്ങനെ അത് മുതുവറ കുളത്തിലേക്ക് വലിച്ചെറിയുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു സമരജ്വാല തന്നെയാണ് അങ്ങാടിപ്പുറം മുഖത്ത് കാണുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് പറയാം, CP ജനാർദ്ദനുണ്ട്, അതേപോലെ തന്നെ ഒരു ശങ്കുണ്ണി നായർ, രാവുണ്ണി നായർ, അതേപോലെ തന്നെ പറയാൻ മുഴുവൻ നമുക്ക് ശേഷയ്യർ, അതുപോലെ തന്നെ വല്ലഭരാജ, അവരൊക്കെ ഇതിലേക്ക് നല്ലോണം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ മുഴുവൻ നമുക്ക് മുതശ്ശിക്ക് ഓർമ്മയില്ല കേട്ടോ. സ്ത്രീകൾ ഇതിൽ പങ്കാളിത്തം വന്നു. ആ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ഇതിൽ വളരെയധികം ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ സമര ഒരു പെൺസിംഹം തന്നെ ആയിരുന്നു പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യശോദാമാധവൻ, നമ്മുടെ തങ്കയെടുത്തി, കിഴക്കാത്തറ തങ്കയെടുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ രാമച്ചത്ത് ജാനകി ടീച്ചർ, അതുപോലെ തന്നെ ചിന്നമാളു അമ്മ, അങ്ങനെ കുറേ പേര്, അതുപോലെ ലീലാ ദാമോദരമേനൻ നിനക്ക് മുൻപന്തിയിൽ നിന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ പ്രയത്നഫലമായിട്ട് നിവൃത്തിയില്ലാതെ അപ്പോഴേക്കും CV കേശവൻ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ഇതിന് ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരായിട്ട് ഭക്തജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നിവേദനം ഗവൺമെൻറ്റിന് അർപ്പിച്ചു. അത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് അന്നത്തെ മുനിസിപ്പൽ കോർട്ടിലെ മുൻസിപ്പ് നമുക്ക് ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ കേളപ്പജി തൻ്റെ ഉപവാസം അവസാനിപ്പിച്ചു.
അങ്ങനെ ഉപവാസം അവസാനിപ്പിച്ചു. അദ്ദേഹം ഒരുപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വല്ല രാജകീയമായിട്ടുള്ള വരവേൽപ്പാണ് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. അങ്ങനെ തളിക്ഷേത്രത്തിൽ വന്നു, ആ ചൈതന്യവത്തായിട്ടുള്ള ഭഗവാനെ കണ്ടു. അന്ന് മുതൽ അവിടെ ഭജന, അതിന് മുന്നേയും ഭജനകളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വിപുലമായിട്ട് വിളക്ക് തെളിയിക്കൽ, അതുപോലെ തന്നെ ഭജനകൾ ഒക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് മുതൽ ആ ക്ഷേത്രം, അല്ലെങ്കിൽ നമ്മുടെ തളിക്ഷേത്രം ഭക്തജനങ്ങൾക്കായിക്കൊണ്ട് തുറക്കപ്പെട്ടു. അപ്പോൾ അതിനൊക്കെ മുൻനിരയിലിരുന്ന് നമ്മുടെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ VK ബാലേന്ദ്രൻ മാഷുണ്ട്, CP ജനാർദ്ദനുണ്ട്, ശേഷുണ്ട്. അങ്ങനെ ഓർമ്മയിൽ മുത്തശ്ശിക്ക് ഓർമ്മ മുഴുവൻ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പേരങ്ങനെ ഇതിലേക്കായിട്ട് സജീവമായിട്ട് ജീവനും സ്വത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലേ അതിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ വളരെ സൗകര്യമായിട്ട് അല്ലേ സ്വതന്ത്രമായിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് ആ തളി ക്ഷേത്രത്തിൽ തളി ഭഗവാന്റെ മുന്നിൽ വന്നു നിന്ന് ഭഗവാനെ ആരാധിക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള ആ ത്യാഗത്തിൻ്റെ പരിണത ഫലമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ശങ്കര ശിവശങ്കര മമ സങ്കടങ്ങളകറ്റണേ, അമ്പിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ. നമ്മുടെ തളി ക്ഷേത്രത്തിൽ അതിരുദ്ധം നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? ശരി, അമ്മ മന്ത്രങ്ങളെ കുറിച്ച് കുറെ കേട്ടിട്ടില്ലേ? അതിലൊരു ആപ്തവാക്യമുണ്ട് നമുക്ക്: ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം. അതായത് ഈ ലോകം മുഴുവൻ ദൈവത്തിനധീനമാണ്, ആ ദൈവമാകട്ടെ മന്ത്രങ്ങൾക്ക് അധീനമാണ്. ഈ ആപ്തവാക്യത്തിൽ തന്നെ നമ്മുടെ മന്ത്രങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിലെ നാദപ്രപഞ്ചത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി നമ്മുടെ ഋഷീശ്വരന്മാർ നിരന്തരമായി മനനധ്യാനം ചെയ്തതെന്നാണ് നമുക്ക് വേദമന്ത്രം അഥവാ ദേവമന്ത്രം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ശക്തി എത്രയാണ് നമുക്ക് ഊഹിക്കാൻ കൂടി പറ്റാത്ത അത്ര ശക്തിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ശ്രീരുദ്രം. കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ സംഹിതയിൽപ്പെട്ട അതിപ്രധാനമായിട്ടുള്ള ഒരു മന്ത്രമാണ് ശ്രീരുദ്രം. അതിൽ 11 അനുവാകങ്ങളാണുള്ളത്. അനുവാകം എന്ന അധ്യായം. ഇതിൽ 27 പഞ്ചാദികളുണ്ട്. ഒരു പഞ്ചാദി എന്ന് പറഞ്ഞാൽ 50 പദങ്ങളോട് കൂടിയ ഒരു മന്ത്രരാശിയാണ് പഞ്ചാദി എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. അങ്ങനെ കിട്ടിയ മനുഷ്യജന്മത്തിൽ നമ്മുടെ ദുഃഖ നിവാരണം, എല്ലാവർക്കും ദുഃഖം തന്നെയുള്ളൂ. എല്ലാവർക്കും കാണുമ്പോൾ എല്ലാവരും സുഖമാണെന്ന് പറയും. പക്ഷേ നമ്മളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുക, ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ അനുഭവിക്കുക. സുഖമല്ലേ എന്ന് ചോദിച്ചാൽ സുഖമാണെന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള ആ ദുരിതങ്ങളെ ഇല്ലാതെയാക്കാൻ പരമശിവനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള അപേക്ഷയാണ് ശ്രീരുദ്രത്തിലെ 1-ാം അനുവാകത്തിൽ പ്രതിപാദിക്കുന്നത്. 2 മുതൽ 9 കൂടിയുള്ള അനുവാദങ്ങളിൽ ഭഗവാൻ അർപ്പിക്കപ്പെടുന്ന ധ്യാന നമസ്കാരങ്ങളുടെ വിവരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 10ഉം 11ലും ജലവാത ദുരിത ജ്വരാദി നമ്മുടെ സകല ദുരിതങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കാൻ പരിഹരിക്കാനുള്ള ഭഗവാനോടുള്ള അഭ്യർത്ഥനയാണ് 10ഉം 11ഉം അനുവാകങ്ങളിലുള്ളത്. 11 അനുവാകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള 11 അനുവാകങ്ങൾ 11 ഹൃത്വിക്കുകൾ 11 ദിവസം ജപിക്കുന്ന ഇതിനെയാണ് നമ്മൾ മഹാരുദ്രം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു ദിവസം 121 പ്രാവശ്യം അവർ ചെയ്യും. അങ്ങനെയുള്ള മഹാരുദ്രം 11 വർഷം നമ്മളെ അമ്പലത്തിൽ നടത്തിയിട്ട് പിന്നെ 12ാമത്തെ വർഷമാണ് അതിരുദ്രം നടക്കുക. അതിരുദ്രം എന്ന് പറഞ്ഞാൽ 11 ഗണങ്ങളായിട്ടുള്ള 11 ഗ്രൂപ്പുകൾ ഉണ്ടാവും. 11 × 11 121 ഹൃത്വിക്കുകൾ ദിവസം 1321 പ്രാവശ്യം ശ്രീരുദ്രം ജപിക്കും. അങ്ങനെ 11 ദിവസം ശ്രീരുദ്രം ജപിച്ച് വസോദ്ധാരയും കഴിഞ്ഞ് സമർപ്പിക്കുന്നതാണ് അതിരുദ്ര മഹായജ്ഞം. അതിവിശിഷ്ടമായിട്ടുള്ള ആ മഹായജ്ഞം ഈ വരുന്ന ഫെബ്രുവരി 15 മുതൽ 25 കൂടിയാണ് നമ്മളെ തളി ക്ഷേത്രത്തിൽ നടക്കുന്നത്.
അപ്പോൾ ഏതാണ്ട് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ടാറ്റ മുത്തശ്ശ. മാളു ഇതേ നോക്കിയേ, തളി ക്ഷേത്രത്തിൽ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. മാഷേ, അതിരുദ്രത്തിൻ്റെ പരിപാടികൾ എന്തൊക്കെയാ? അതിരുദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ആരംഭിക്കുന്നത് യജ്ഞഭൂമിയായ പാഞ്ഞാളിൽ നിന്നാണ്. പാഞ്ഞാളിൽ നിന്ന് ഭദ്രദീപം തെളിയിച്ച് പ്രത്യേക രഥയാത്രയായി മലപ്പുറം ജില്ലയിലേക്ക് എത്തുകയും ജില്ലയിലെ 108 ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഫെബ്രുവരി 13 രാവിലെ 9 മണിക്ക് തളി ക്ഷേത്രത്തിൽ ഈ രഥയാത്ര എത്തിച്ചേരുന്നതാണ്. അന്ന് അവിടെ സന്യാസി ശ്രേഷ്ഠന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു യതിപൂജ നടത്തുന്നതാണ്. ബാക്കി പരിപാടികളൊക്കെ തളിയിൽ തന്നെയാണോ? അതേ മോളെ, ബാക്കി എല്ലാ പരിപാടികളും തളി ക്ഷേത്രത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഫെബ്രുവരി 14 രാവിലെ 10:30 മണിക്കാണ് നമ്മുടെ ഈ യജ്ഞസമാരംഭ സഭ ആരംഭിക്കുന്നത്. അന്നാണ് ഉദ്ഘാടനം നടക്കുന്നത്. അതിനുശേഷം നമ്മൾ 15 മുതൽ യജ്ഞപരിപാടികൾ ആരംഭിക്കും. ഈ യജ്ഞപരിപാടിയുടെ ദിവസങ്ങളിൽ 100,000 പേർക്കാണ് നമ്മൾ അന്നദാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അന്നദാനത്തിന് വേണ്ടിയുള്ള ദ്രവ്യങ്ങളുടെ സമർപ്പണം 14 വൈകുന്നേരം 4:30 മണിക്ക് ക്ഷേത്രത്തിൽ നടക്കും. തുടർന്ന് 15 രാവിലെ നമ്മുടെ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ 121 ദേവജ്ഞർ ചേർന്നിട്ടുള്ള ഒരു ശ്രീരുദ്ര ജപം ആരംഭിക്കും. രാവിലെ 5 മണി മുതൽ 8:30 മണി വരെയാണ് ആ ജപം നടക്കുന്നത്. തുടർന്ന് 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ അഭിഷേക പരിപാടികളുണ്ടാവും. തുടർന്ന് വീണ്ടും നമ്മുടെ മണ്ഡപത്തിൽ, അതായത് നമ്മുടെ കേളപ്പജി നഗറിൽ വെച്ചിട്ട് മഹാത്മ്യ പാരായണങ്ങൾ 12:30 മണി മുതൽ 2:30 മണി വരെ മഹാത്മ്യ പാരായണമുണ്ട്. കൂടാതെ അന്ന് വൈകുന്നേരം ഈ യജ്ഞ ദിവസങ്ങളിൽ സമർപ്പിക്കാനായി വെച്ചിട്ടുള്ള നമ്മുടെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണ സാമഗ്രികൾ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും സമർപ്പിക്കാനൊരവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നത്. 15 തീയതി രാവിലെ നമ്മൾ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് യജ്ഞപരിപാടികൾ ആരംഭിക്കുക. 121 ദേവജ്ഞർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജപത്തിൽ പങ്കെടുക്കും. അതിനുശേഷം ഒരു രാവിലെ 5 മണി മുതൽ 8:30 വരെയാണ് ആ പരിപാടി നടക്കുക. 8:30-ക്ക് ശേഷം എല്ലാവരും കാണേണ്ട അതിവിശിഷ്ടമായിട്ടുള്ള നമ്മുടെ 121 കലശങ്ങൾ ആടുന്ന ഒരു ചടങ്ങാണ്. 3 മണിക്കൂറോളം അത് നീണ്ടു നിൽക്കും. അതൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നത്. തുടർന്ന് ഈ 11 ദിവസവും ഇത്തരം പരിപാടികൾ നടക്കും. 25 തീയതി രാവിലെ ഈ യജ്ഞത്തിൻ്റെ ഒരു സമർപ്പണ സഭയുണ്ടാവും. നമ്മൾ എല്ലാവരും ആദരിക്കുന്ന ചിദാനന്ദപുരി സ്വാമികളാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. 14 തീയതി നമ്മുടെ ഉദ്ഘാടന സഭ നടത്തുന്നത് കുമ്മനം രാജേട്ടൻ, നമുക്കെല്ലാം പരിചിതനായിട്ടുള്ള ഹൈന്ദവ കാര്യങ്ങൾക്ക് വളരെയധികം നേതൃത്വമിട്ടുള്ള കുമ്മനം രാജേട്ടനാണ് ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. മാത്രമല്ല ഈ ഒരു യജ്ഞമായതുകൊണ്ട് തന്നെ ഇത് എല്ലാ വിധത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ തുടങ്ങുന്ന ഈ പരിപാടി അഭിഷേകം, തുടർന്ന് മഹാത്മ്യ പാരായണം, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി 12:30 മുതൽ 2:30 വരെ ഉണ്ടാവും. തുടർന്ന് നമ്മുടെ അങ്ങാടിപ്പുറത്തിൻ്റെയും മറ്റു പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ കലാപരമായൊരു സമയത്തിന് വേണ്ടിയിട്ട് 7:30 മണി മുതൽ 10 മണി വരെ എല്ലാ ദിവസവും നമ്മുടെ കേളപ്പജി നഗറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം അവസാനമായിട്ട് 26 തീയതിയാണ് നമ്മൾ ശിവരാത്രി വരുന്നത്. അന്നുകൂടി ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് കേരളമൊട്ടാകെ കേരളത്തിലെ ഈ തളി ക്ഷേത്രത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു മഹാസംഭവമായിട്ട് ഈ അതിരുദ്ര മഹായജ്ഞത്തെ മാറ്റണം എന്നാണ് സംഘാടക സമിതിയായിട്ടുള്ള ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായും മറ്റു രീതിയിലുള്ള എല്ലാ സമാഹരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. മോളെപ്പോലെയുള്ള കുട്ടികൾ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു തുടർച്ച നിങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് മോളെപ്പോലെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാധനാ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കളങ്കങ്ങളെ വെടിഞ്ഞ് വിശുദ്ധി നേടാനായി ശ്രേഷ്ഠമായ അതിരുദ്ര മഹായജ്ഞത്തിലേക്ക്. അതിരുദ്ര മഹായജ്ഞം 2025.